യൂട്യൂബ് ബ്ലോഗറാണ് ഫേമസ് സച്ചിൻ. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ചേട്ടന്റെ പേര് ഷാജി ചേട്ടനാണ്. ഷാജി ചേട്ടനാണ് നമ്മളിവിടെ ഉള്ളത്. നമ്മളിപ്പോ കാണുന്നത് പൂവാർ എസ്റ്റോറി സരോവർ പ്രീമിയർ റിസോർട്ടാണ്. അതിഗംഭീരമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മികച്ച 2 പൂളുകളുണ്ട്. മികച്ച 2 4 പൂളുകൾ. 4 പൂളല്ലേ? ഇതിനൊരു പൂളായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടത്തെ വോളിബോൾ ബാസ്കറ്റ്ബോൾ കോർട്ട് കാണാം. പണ്ടേറെ എഞ്ചിനീയറുടെ രസമാണെന്ന് തോന്നണം. അത് വേറെ കേസ്. എന്നാലും വളരെ മികച്ച ഒരു ആംബിയൻസ് സൃഷ്ടി ചെയ്തിട്ടുണ്ട്. നല്ല വലിയ പ്രോപ്പർട്ടിയാണ്. നല്ല അല്ലേ? ഫൈൻ ഡൈനിങ് സ്പേസ്. ഇപ്പൊ ഒരു സീസൺ അല്ലെന്ന് തോന്നുന്നു. അതാണ് പൊതുവെ അല്ലേ? സീസൺ ഈ വെക്കേഷൻ ടൈമിലാണ് കൂടുതലും തിരക്കുള്ളത്. ഞാൻ പുതിയ ചേട്ടൻ പുതിയ ആളാണ്. ഷാജി ചേട്ടൻ. ഷാജി ചേട്ടൻ പുതിയ ആളാണ്. വേറൊരു പൂളുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു പൂളുണ്ട്. ഈ പ്രോപ്പർട്ടി വളരെ നല്ല വിസ്തീർണ്ണമുള്ള എനിക്ക് ഒരു 25 ഏക്കറിൽ കിടന്ന് നടക്കുന്ന ഒരു സ്ഥലം. എത്ര വരും? പുറത്തോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഫ്രണ്ട് ഓഫീസിന്റെ അവിടെയൊക്കെ ഉണ്ട്. ഇത് ഓരോ സെഗ്മെന്റ് ആയിട്ടാണ്. ഒരു വൈദ്യശാല ആയുർവേദിക് സെന്റർ. ഒരു ഹായ് തരൂ. ഓക്കെ ഹായ്. അപ്പോൾ നമ്മളല്ലേ മൊത്തത്തിലുള്ള ആംബിയൻസ് സൂപ്പറാണ്. ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് കൂടാനും അല്ലെങ്കിൽ ഓഫീസ് ട്രിപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അല്ലേ മികച്ച ഒരു സ്ഥലം. പ്രത്യേകിച്ച് ഈ ഹൗസിംഗ് കോട്ടേജസ് എല്ലാം എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ബൊഫെ ഫുഡാണ്. അതിൽ എനിക്ക് ചെറിയൊരു എതിർപ്പുണ്ട്. ബാക്കി ബുഫേ ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു. നമ്മളിനി പോകുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തോട്ടാണ്. നമുക്ക് പൂവാറിന്റെ ദൃശ്യഭംഗി ഒപ്പിയെടുത്തിട്ടുണ്ട്. കാരണം ഇതിന്റെ അപ്പുറത്ത് ചെറിയൊരു പൊഴിയുണ്ട്. ആ പൊഴി മുറിച്ച് അപ്പുറത്ത് കിടക്കുന്ന ഒരു ബോട്ട് യാത്രയും വളരെ രസമുള്ള ഒരു അനുഭൂതിയാണ് ഇതിന്. പക്ഷേ ഇവിടെ ആൾക്കാർക്ക് നൽകുന്നത് നമുക്ക് കേട്ടോ അടിപൊളിയാണ്. വൈകിട്ടൊക്കെ ഇവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. തീർച്ചയായും ഫാമിലി ആയിട്ടൊക്കെ വന്നത് പക്ക സ്പോട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിലുള്ള കോട്ടേജ് ഒക്കെ എടുത്തിട്ടല്ലേ തിരുവനന്തപുരത്തുള്ള ഒരു മൂന്നാറും അല്ലേ അങ്ങനെ അതെ അറന്ന് പറഞ്ഞ കണക്ക് ഒരു പാരമ്പര്യം ആയിട്ടില്ലേ. ഭയങ്കര മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടെ എപ്പോഴും കാണാം. ഫ്രണ്ട് നമ്മൾ റിസപ്ഷൻ കണ്ടതാണ്. പോവാം. വീഴില് ക്ലിയർ ആണ്. ഈ വണ്ടിയിലുള്ള യാത്രയും അല്ലേ അതിമനോഹരം. നമ്മൾ ഈ ബാങ്കോക്ക് തായ്ലാന്റ് അവിടെയൊക്കെ പോകുമ്പോഴുള്ള ഇതേപോലെ ഇങ്ങനെ വണ്ടി ഉണ്ടല്ലോ മറ്റേ സച്ചിന്റെ ഡ്രസ്സും അതിനെ അനുസ്മരിപ്പിക്കുന്നു. എൻട്രൻസ് നല്ല അതിഗംഭീരമായ എൻട്രൻസ് ആണ്. ഇതിന് മുന്നേ ഇവിടെ പാലം ഉണ്ടായിരുന്നു. നേരത്തെ പാലം ഉണ്ടായിരുന്നോ? വണ്ടിയുള്ള യാത്ര തന്നെ ഹഠാത് ആകർഷിച്ചു. ഇല്ലേ നമ്മള് മിസ് ചെയ്ത അതെ. ഞാനും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയത് ഞാൻ നമ്മൾ തിരിച്ച് നമ്മളുടെ റൂമിന്റെ സൈഡിലോട്ട് 302 അല്ല ഞങ്ങൾ റെസ്റ്റോറന്റ് അവിടെ നിന്ന് റെസ്റ്റോറന്റ് പോയിട്ടല്ലേ? അല്ല എന്തിന് അവിടെ പോയി അവിടുത്തെ റൂമിലാണ്. ഓ റെസ്റ്റോറന്റിൽ പോയിട്ട് തിരിച്ചു വന്ന് ആ റൂമിലാണ്. അപ്പൊ അത്രയും കിട്ടുമല്ലോ. സച്ചി ഇത് യൂട്യൂബില് ഇല്ല ഇല്ല അത് നമ്മളപ്പ ട്യൂണൊക്കെ അടിച്ചിട്ടില്ലേ. ഇവിടുത്തെ കാര്യങ്ങൾ എനിക്കിത് കാണുമ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളെ സൈക്ലിംഗ് സൈക്കിൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. സ്വിമ്മിംഗ് പൂളുണ്ട്, ചെറിയ പൂള് അവിടെ വൈദ്യശാലയുണ്ട്. അതിന്റെ മോഡൽ അതിന്റെ തൊട്ട് സൈക്ലിങ്ങിന്റെ ഇതുണ്ടോ? അവിടെ നിന്ന് എടുക്കാം. പൂളിലൊക്കെ നല്ല ക്ലീൻ വാട്ടർ, നല്ല വെള്ളം. പക്ഷെ എനിക്ക് തോന്നുന്നു അധികം ചേട്ടൻ പറഞ്ഞാൽ ഇപ്പം ഒരു ഓഫ് സീസൺ ടൈമാണെന്ന് തോന്നുന്നു അല്ലേ? സ്കൂളൊക്കെ തുറക്കാറായി.
അതുകൊണ്ടാണ് കുറച്ചൊരു കാണാനും പറ്റും. ഉണ്ടല്ലേ. അല്ലാതെ ഈ വെക്കേഷന്റെ അടിപൊളി അല്ലേ? പഴയ അല്ലേ ഈ കോട്ടേജുകൾ തന്നെ വളരെ നല്ല രീതിയിൽ ആകർഷിക്കുന്നതാണ്. കാരണം രാത്രി ആകുമ്പോ ലൈറ്റ് ഒക്കെ ഇടുമ്പോ അടിപൊളിയായിരിക്കും. സീനറി എല്ലാം പൊളിയാണ്. പഴമ നിലനിർത്തിയിട്ടുണ്ട്. നിലനിർത്തി പണ്ടത്തെ ഒരു ഇല്ലം പോലെ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ടുള്ള അൺഫോർച്യൂനേറ്റ് നമുക്ക് മിസ്സാവും അല്ലേ? ഉറപ്പായിരിക്കും. പക്ഷെ ഇതിന് ഫോട്ടോയിൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യും. യൂട്യൂബ് എടുക്കാനോ? യൂട്യൂബിൽ നീ അറിഞ്ഞ ഞാൻ പെട്ടു. അല്ലല്ല, ഞങ്ങള് ജസ്റ്റ് പേര് പറഞ്ഞു. എനിക്ക് എന്റെ ഫേസ് സോഷ്യൽ മീഡിയ കുടിച്ചു നല്ല നല്ല ടീ കോഫി ഇവിടെ ഒരു പൂളുണ്ട്. നിങ്ങളുടെ കൂടുതൽ ആൾക്കാരാണോ? അല്ല, ഞങ്ങളുടെ കൂടെ ഉള്ള 301, 302 ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഞങ്ങളുള്ള ഹായ് കാണിക്കൂ. വ്ളോഗിംഗ് ആണ്. ഫുൾ കാണാൻ പറ്റും. സൈഡ് വ്യൂ. റെസ്റ്റോറന്റ് വ്യൂ ആണ്. ഹെവി വ്യൂ. ഹെവി വ്യൂ ആണ്. വളരെ ഹെവി വ്യൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര റെസ്റ്റോറന്റ് വ്യൂ. നമുക്ക് റൂമിലാണ് ഇവിടെ ഓൾറെഡി എടുത്തു ആൾ കവർ ചെയ്തു. ഉച്ചയ്ക്ക് കവർ ചെയ്തു. പൂളുണ്ട്, പ്രൈവറ്റ് പൂളുണ്ട്. ഇതൊക്കെ എന്താ റേറ്റ് ചേട്ടാ? അത് 20+ ആവും. എത്ര പേർക്ക് അക്കാഡമിക്? 2 ബെഡ്റൂം ഉള്ളതുകൊണ്ട് 1 ബെഡ്റൂം ഉള്ളതുകൊണ്ട്. ഓക്കെ ഓക്കെ ഒരു ലിവിംഗ് ഏരിയ ഉണ്ടാവും അതിനകത്ത്. ഓക്കെ ഓക്കെ. ഭയങ്കര സ്പേഷ്യസ് ആണ്. റോഡുണ്ട്. ഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ. ഇതിന്റെ അകത്ത് എല്ലാ 3 ഇതിലും പ്രൈവറ്റ് പൂൾ ഉണ്ടോ? എല്ലാത്തിനും ഫുള്ളി വ്യൂ നല്ല വ്യൂ ആണ്. അങ്ങോട്ടാ പോകുന്നത്. ഇത് ഗാർഡൻ വ്യൂ പോട്ടെ. ഗാർഡൻ ആയിക്കോട്ടെ. അവിടെ വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇതൊക്കെ റിസോർട്ട് ഇങ്ങനെ ഒരു വീക്കിലേക്ക് വല്ല എടുത്ത് വരുന്നവരുണ്ട്. ഇതൊക്കെ ഇപ്പം 1 വീക്ക് നിൽക്കുന്നവരുണ്ട്. ഇപ്പൊ ഓഫ് സീസൺ അല്ലേ? ഇപ്പൊ കൊറോണ സീസൺ ടൈമിലൊക്കെ 1 വീക്കൊക്കെ ഉണ്ടാവും. ഒരു ഇൻഡോർ ആക്ടിവിറ്റി ഉണ്ട്. പോയി കണ്ടായിരുന്നു? ഇൻഡോർ ആക്ടിവിറ്റീസ് എവിടെ ബ്രോ? ഇതിന്റെ മുകളിൽ നമ്മള് ഹാളിലൊക്കെ പോയായിരുന്നു. ഹോളിൽ പോയായിരുന്നു. അപ്പൊ അവിടെ അടുത്താണ് ഹോളിന്റെ മുകളിൽ.